ഹായ് എല്ലാവർക്കും നമസ്കാരം. നാളെ ശ്രീകൃഷ്ണ ജയന്തിക്കല്ലേ, അതുകൊണ്ട് തന്നെ ഇന്നൊരു ലഡു ആണ് കേട്ടോ. കണ്ടോ, ഒരു അടിപൊളി ലഡു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലഡു ആണ് കേട്ടോ ഇന്ന്. കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ലഡു ആണ്. കുറച്ച് കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ ലഡു തയ്യാറാക്കാം നമുക്ക് ഇതുപോലെ. എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണും. നല്ല സൂപ്പർ ലഡു ആ, മോത്തിച്ചോർ ലഡു പോലെ തന്നെ ഒരു അടിപൊളി ലഡു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബിൻ്റെ ഓൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും, ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും. ഇനി വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജന്മാഷ്ടമി ആശംസകൾ. ഇതാണ് നമ്മുടെ ലഡു, കടലപ്പരിപ്പ് ലഡു. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ വെക്കണം. ഒരു 3 മണിക്കൂറോളം ഇതിനെ വെള്ളത്തിലിട്ട് നമുക്ക് കുതിർത്തെടുക്കാം. ജസ്റ്റ് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിലേക്കാവുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടോ, അത് നല്ല സോഫ്റ്റ് ആയിട്ട്. ഇനി വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക, ഒട്ടും വെള്ളം വേണ്ട. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് തരിയോടുകൂടി തന്നെ വടക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും, നമ്മുടെ ലഡുവിന് ആവശ്യമായ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പൊന്ന് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുത്താൽ മതി. ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ അത് ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിലിടേണ്ട ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇതിടണമെന്നില്ല. ഇപ്പോൾ ഇതാ ഇനി ഈ പാത്രത്തിൽ ഇതിൽ നിന്ന് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം മാറ്റിയെടുക്കാം. നെയ്യ് അതിലിരുന്നോട്ടെ. ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ മിക്സിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യിലാണ് ഇതിനെ ചൂടാക്കിയിട്ട് ഫുള്ള് ഡ്രൈ ഔട്ട് ചെയ്യണം. മെല്ലെ ചെയ്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഫുള്ളായിട്ട് ഡ്രൈ ഔട്ട് ആവും കേട്ടോ. ഈ ടെക്സ്ചറേ ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുക. ടെക്സ്ചറും കളറും ഒന്നുമല്ല കേട്ടോ വരുന്നത്. നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് പോരായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് കണ്ടോ, ആ നെയ്യിൽ കിടന്ന ചെറിയ ചൂടിലായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് റോസ്റ്റ് ആവരുത്, ബ്രൗൺ ഒന്നും ആവരുത് കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതിൻ്റെ ടെക്സ്ചർ മാറി മാറി വരുന്നത് നമുക്ക് തന്നെ കണ്ടറിയാം. ഇതൊരു മോത്തിച്ചോർ ലഡു പോലെ തന്നെ ഒരു സൂപ്പറായിട്ടുള്ളൊരു ലഡു ആണ്. എണ്ണ അധികമില്ല, നെയ്യ് അധികമില്ല. ഇത് വളരെ ഒട്ടും എന്താ പറയുക, വറക്കാതെയൊക്കെ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതാ കണ്ടോ, അത് ഫുള്ളായിട്ട് ഡ്രൈ ഔട്ടായി അതെല്ലാം വേറിട്ടായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഓഫ് ചെയ്യാം. ആദ്യം ഒന്ന് ഡ്രൈ ആയില്ലെന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഇതിനെ ഒരു ചെറിയൊരു നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്ലെൻഡർ എടുക്കുക കേട്ടോ. ഇനി ഇതിലൊട്ടും വെള്ളം പാടില്ല. അതിലേക്ക് നമുക്ക് ആ ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പോസിലിട്ടിട്ട് ഒന്നാക്കി കൊടുക്കുക. അപ്പോൾ ഈ നെയ്യും ഇതെല്ലാം കൂടി എവിടെയെങ്കിലും കട്ടുണ്ടെങ്കിലൊക്കെ അത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുകയും ചെയ്യാം. ഈ നെയ്യിൽ ഇത് മൂത്തിട്ട് തന്നെ ആ പച്ച മണമൊന്നും ഇല്ല കേട്ടോ. അതിനിപ്പോൾ കഴിക്കാനായിട്ട് നല്ലൊരു രസമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ തരിയോടുകൂടി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്കിനി അടുത്തത് ഇതിലേക്ക് ആവശ്യമായ മധുരമൊക്കെ ചേർക്കണമല്ലോ. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കൊരു വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് നമ്മുടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പാണ് ഞാൻ കടലപ്പരിപ്പ് എടുത്തത്. അതേ ഇതിന് തന്നെ 1/2 കപ്പ് നമ്മുടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളത് പാവ് കാച്ചി വരാൻ ബുദ്ധിമുട്ടാവും. ഇത് എന്നിട്ടൊരു നൂൽ പരുവാകുന്നവർ മതി കേട്ടോ. സ്ട്രിങ് കൺസിസ്റ്റൻസി മതി. ഒരുപാട് കമ്പി പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് ഒന്ന് നൂൽ പരുവത്തിലൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യാം. ഇതൊന്നാവുന്നേ ഉള്ളൂ. ആ കൺസിസ്റ്റൻസി ഒന്ന് പെർഫെക്റ്റ് ആവണം നമ്മുടെ. ഇതാവുന്നു. ഒരു 2 മിനിറ്റും കൂടി ആയാൽ നമ്മുടെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക്
1 ടീസ്പൂൺ നെയ്യും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂണോളം കാർഡമോമിൻ്റെ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇതിപ്പോൾ ഒരു നൂൽ പരുവത്തിൽ തന്നെയാണ് കേട്ടോ, ഒരുപാട് കട്ടിയായിട്ടുള്ള പരുവത്തിലാവണ്ട, അപ്പം നമുക്കതിന് ഉരുട്ടാൻ കിട്ടില്ല. അപ്പം ഇതാ ഈ നെയ്യും പഞ്ചസാരയൊക്കെ ഇതാ ഈ പരുവാകുമ്പോൾ നമുക്കിതിലേക്കിനി കണ്ടോ ഈ പരുവത്തിൽ നമുക്കിതിട്ട് കൊടുക്കാം. നമ്മുടെ ആ പൊടി ഇട്ട് കൊടുക്കാം, കടലപ്പരിപ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് അധിക സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഈ കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് അരക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരട്ടെ. മിക്സായി ഒന്ന് ഉരുട്ടാനുള്ള പരുവാവുന്നവരെയാണ് കേട്ടോ ഇത് കണ്ടോ, അടിയിലൊന്നും പിടിക്കുന്നില്ല. ഇനി അതിലേക്ക് ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തില്ലേ, ഡ്രൈ ആയിട്ട് വറുത്ത് കഴിഞ്ഞതിന് ഒന്ന് മിക്സിയിലിടുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുഞ്ഞു പീസുകളായിട്ട് അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കാം, മുന്തിരിയൊക്കെ. അപ്പോൾ ഇതാ ഏകദേശം അതിനെ മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്കൊരു ഉരുട്ടാനുള്ളൊരു പരുവത്തിൽ കിട്ടണം. ഇതെല്ലാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റണം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാത്രത്തിൽ വെക്കരുത്. ഇതാണ് ജോയിൻ ആയിട്ടുണ്ട് കണ്ടോ, എല്ലാം കൂടിയിട്ട് ഇതാ മാറ്റിയിട്ടുണ്ട് കണ്ടോ. ഇതിനെ കണ്ടോ ഞാൻ ഉരുട്ടാനുള്ള പരുവത്തിലുണ്ട്. ഉടനെ തന്നെ ഉരുട്ടുന്നില്ല, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഫുൾ തണുക്കരുത് കേട്ടോ, ഫുൾ തണുത്താൽ നമുക്ക് ഉരുട്ടാൻ കിട്ടില്ല. അപ്പോൾ ഇതാ ഇനി അടുത്ത് ചെറിയ ചൂടോടുകൂടി തന്നെ വേണമെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. സൂപ്പറായിട്ടുണ്ടായിരുന്നു ലഡു. ഇത് വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമ്മൾ ബേസൻ ലഡു പലതരത്തിലുള്ള ലഡു തയ്യാറാക്കുമല്ലോ. കടലപ്പരിപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു ലഡു ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ജന്മാഷ്ടമി ആശംസകൾ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.